മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളിയാളം കേട്ടുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേശങ്ങളും അതിർത്തികളും ഭേദിച്ചുകൊണ്ട് നിറങ്ങളും വർണ്ണങ്ങളും വ്യത്യാസമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് തൗഹീദിൻ്റെ മന്ത്രധ്വനിയിൽ ലബ്ബൈക്ക് ചൊല്ലി ആളുകൾ ഹറമിലേക്കും അതുപോലെ തന്നെ എത്തിച്ചേരുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സായുജ്യം അവർ നേടി സിയാറത്ത് ചെയ്ത് ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. ഇഹ്റാമ് ചെയ്ത് തവാഫ് ചെയ്ത് സഈ ചെയ്ത് അവർ മുസ്ദലിഫയിൽ രാപ്പാർത്ത് അറഫയിലേക്ക് പോയി. വീണ്ടും മുസ്ദലിഫയും മിനയും അതേപോലെ തന്നെ അറവും നെഹറും ജംറകളിലൊക്കെ ഏറും കഴിഞ്ഞ് പാപങ്ങളൊക്കെ ശുദ്ധിയായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് ഇതാ മടങ്ങുകയാണ്. ശിഷ്ടകാലം നല്ല നിലക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു ഉമ്മ പെറ്റ കുട്ടിയെപ്പോലെയാണ് ഹജ്ജ് പൂർത്തിയാക്കിയ ഹജ്ജ് സ്വീകരിച്ചൊരു മനുഷ്യൻ്റെ അവസ്ഥ എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നമുക്കും ഇതുപോലെ മഖബൂലും മബ്റൂറുമായ ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.